ഹലോ ഗായ്സ്, വെൽക്കം ടു മമ്മി വാണ്ട. ഇപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ട് അല്ലേ, കുറച്ച് തിരക്കായിപ്പോയി ഇത്രയും ദിവസമായിട്ട്. അപ്പോൾ ഇന്ന് ഓണമാണ്. ഓണമായിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ഡേ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്തായാലും ഇപ്പം ഇവിടെയാണ്, ഞങ്ങളുടെ വീട്ടിലാണ്. അപ്പം അത്തപ്പൂവൊക്കെ ഇട്ട് കഴിഞ്ഞു. ഓക്കെ ചേട്ടാ, ഇതാണ് അത്തപ്പൂ ഇട്ട ആള്. ഞങ്ങളുടെ ആരുടെയും കൈ പതിഞ്ഞിട്ടില്ല. ചേട്ടൻ മാത്രം ഇട്ടത്തപ്പൂവാണ്, ചേട്ടന്റെ കലാവിരുത്. ഓക്കെ, അപ്പൊ എല്ലാരും നല്ല ഹാപ്പിയാണ്. എന്ന് കാണിക്കാം. ഇച്ചു ഹായ്, ഇനു എന്തുവാടാ അത്? ഹായ് ഹായ് പറ, സേ ഹായ്. ഇച്ചു ഹായ് പറ, ഇച്ചു ഹായ് പറ. കാര്യമായിട്ട് പൂ എടുക്കുന്ന പരിപാടിയിലാണ്. ആ അത്തപ്പൂ ഇങ്ങനെ കൊളാക്കാമെന്ന വാങ്ങി ആലോചിച്ചോണ്ടിരിക്കുക. ചേച്ചിയുണ്ട്. അമ്മ എവിടെ? അമ്മയെ കാണിച്ചു തരാം. അമ്മ ഹായ് പറ. നമ്മുടെ പൂജാമുറി. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഓണമാണ്. ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ഓണം ആഘോഷിക്കുന്നതെന്ന് നിങ്ങളെ എല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ. ദേവിയെ കാണണ്ടേ? ദേവി ഹായ് പറ. എന്തോ പറ്റി? എല്ലാരും ഇവിടെ അടുക്കളയിലാണ്. അമ്മ ഇവിടെ സാമ്പാറും ഇഡലി അല്ലേ അമ്മ? ഇഡലിയും സാമ്പാറും. ഹായ് പറ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി. ചേച്ചി ഇഡലി എടുക്കണം. ഇഡലിയും സാമ്പാറും. ഫോണായിട്ട് എല്ലാവരും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? എന്തോ പ്രോഗ്രാം ഇന്ന് ഓണമായിട്ട്? സദ്യ ആയിരിക്കും. കിടന്ന് ഉറങ്ങുമോ? ഇല്ല, നമ്മൾ പോകൂലേ? യെസ്, കസിൻസ് വൈബ്. ചേട്ടന് ഓണം കഴിഞ്ഞിട്ട് എന്താ പരിപാടി? വൈകിട്ട് എന്താ പരിപാടി? ഇനു ഓണായിട്ട് എന്താ പരിപാടി? ഇനുവിന് എന്താ പരിപാടി ഓണമായിട്ട്? ഹാപ്പി ഓണം പറ. ഈനു നല്ല മൂഡല്ല കേട്ടോ ഇന്ന് ഓണമായിട്ട്. ഇനു നല്ല മൂഡല്ല. ഈനു ഹാപ്പി ഓണം പറ എല്ലാവർക്കും. കേട്ടോ? ഹാപ്പി ഓണം പറയൂ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം മൈക്കിൽ. ഹാപ്പി ഓണം പറ എല്ലാവർക്കും. ഹാപ്പി ഓണം പറഞ്ഞേ. ഓണം ഉറങ്ങിപ്പോയി കേട്ടോ. ഹാപ്പി മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. ഓണം ഉറങ്ങിപ്പോയി കൊച്ച്. ഇഡലി ബനാന വേണോ? ബനാന വേണം. ഒന്ന് പൊളിച്ചു കൊടുക്കും കൊച്ചിന്. കൊള്ളാം, അത് കുഴപ്പമില്ല. സാമ്പാർ
സാമ്പാറും തിന്നായിരിക്കുവാണോ? ഇനി ഇഡ്ഡലി സാമ്പാറും തിന്നായിരിക്കുവാണോ? അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മമ്മി വാണ്ടയിൽ ഇപ്പം വീഡിയോസൊന്നും വരുന്നില്ലല്ലോ, എന്തോ പറ്റി എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, കുറച്ച് തിരക്കായിപ്പോയി. അപ്പം ഇനി വരുന്നതായിരിക്കും വീഡിയോസ് എല്ലാം. നമ്മുടെ ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി ഇത്രയും ദിവസത്തെ ഒരു ഹെക്ടിക് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് 2 ദിവസം നമുക്കൊരു ഫ്രീ കിട്ടിയതാണ്. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ കൊല്ലത്ത് പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ. ഓക്കെ, കസിൻസും ഒക്കെ ആയിട്ട് ഓണം നന്നായിട്ട് ആഘോഷിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോസിൽ കാണാം. ഇഡ്ഡലി കഴിക്കുന്നു. This is Idali Sambar. You know, in Europe, I don't know how to explain this. There is some steam cake. ദേവി ഇത്ര ഇഡ്ഡലി കഴിക്കുന്നത്? Idali is the ദേവി ഡയറ്റിലാണ്. യെസ്, ഞാൻ ഇനി ഒഴിച്ചു ഇഡ്ഡലി കഴിക്കണല്ലേ? ഇഡ്ഡലി സാമ്പാറും വേണ്ടേ? ഇനു അവിടെ ഇന്നുവിനെ കാണുന്നു. അതിൻ്റെ ഒരു ബാണം കഴിഞ്ഞിട്ട് നിൽക്കുക. ഓണമായിട്ട് ഇന്നിൻ്റെ തലയിലൊരു ഉണ്ട കിട്ടി. നമ്മൾ അടുത്ത ഇനി ഗെയിമിലോട്ട് പോവാണ്. ഗെയിം കളിക്കാൻ പോവാം. നമ്മളെല്ലാവരും റെഡി ആയിട്ട്, ഒരാൾ റെഡി, അടുത്ത ആള് റെഡി. അമ്മ ചേച്ചി വാ. നമ്മള് ഓണത്തിന്റെ സദ്യ ഞങ്ങള് പുറത്തുനിന്ന് മേടിക്കുകയാണ്, വരുത്തിക്കുക ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഇവർ രണ്ടുപേരും ഈ അടുക്കളയിൽ നിന്ന് ഇറങ്ങൂല. ഒന്ന് വരുമോ? എക്സ്ക്യൂസ് മീ. പപ്പടം വേണം. പപ്പടം പിന്നെ പിള്ളേര് പപ്പടമൊക്കെ ചോദിച്ചാൽ കൊടുക്കണം. അവര് എണ്ണയെ പപ്പടം തരുത്തോളൂ. അതുകൊണ്ട് ഇത്രയും പപ്പടം പോരെ ഇനി? നമുക്ക് ഗെയിം കളിക്കാം. അടുത്ത സെഷൻ ഗെയിം സെക്ഷൻ ആണ്. ചീട്ടുകളി ഒന്നും അല്ല കേട്ടോ, ഊനോ. ഇവിടെ നോക്കട്ടെ. യെസ്, അപ്പൊ ഞങ്ങള് ഗെയിം കളിക്കാൻ പോവാണ്. അമ്മ ചേച്ചി ബാ. ഓക്കെ, അപ്പൊ നമ്മള് ഗെയിമിലേക്ക് പോവാണ് കേട്ടോ. എനിക്ക് അറിയില്ല ഊനോ എങ്ങനെയാ കളിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ഊനോ മാറി കേട്ടോ, ഇപ്പൊ ലൂഡോ ആയി. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മള് ഊനോ മാറിയിരിക്കുകയാണ്. ഇനി അടുത്ത ലൂഡോയിലേക്ക് പോവാണ്. അപ്പോ എനിക്ക് ലൂഡോ കളിക്കാൻ അറിയാം. ഓക്കെ, അപ്പൊ നമ്മള് കളിക്കാൻ പോവാം, ഗെയിം കളിക്കാൻ പോവാം. എന്താവോന്ന് അറിയില്ല, അവസാനം അടിയിലായിരിക്കുവോ അന്ന് കലാശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എനിക്ക് ലൂഡോ കളിക്കാൻ എനിക്കറിയാം. ലൂഡോ കളിക്കാനായിട്ട് ഒരാളും കൂടെ. ഇനിയിപ്പോഴെങ്കിലും അത് തോറും ഇല്ല, ഞാൻ തന്നെ ജയിക്കുള്ളൂ കേട്ടോ. എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. ഇനി ലൂഡോ കളിക്കണോ? കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുക ഗൈസ്. കുറച്ചെങ്കിലും ഉളുപ്പ്. ഞാൻ എല്ലാത്തിനും ഞാൻ വെളിയിൽ ഇറക്കിയതാണ്. എന്നെ കാണ്ട് ഈ മനുഷ്യൻ വെട്ടി. ഭർത്താവാണ് പോലും, ഭർത്താവ്. ഞാനും ദേവിയാണ് ടാർഗറ്റ് ഇവിടെ. ഞാനാണ് ഗൈസ് സെക്കൻഡ്. ദേവി ഫസ്റ്റ്.
അതെ 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 യെസ്. വേറൊന്നും പറയാൻ പറ്റൂല. ഭാര്യയും ഭർത്താവുമായിട്ടുള്ള പൊരിഞ്ഞ പോരാട്ടമാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും എന്നെ ഓർമ്മിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓം ഹ്രീം. ഒരാളെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അതെ കള്ളക്കളി. അതെ 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 കളിക്കാണ്ട് ചുമ്മാ കയറി കിടക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ലൂഡോ കളിച്ച് കഴിഞ്ഞു, മതിയായി. ഇനി അടുത്തത് എന്ത്? ക്വസ്റ്റ്യൻ മാർക്ക്. ഹലോ, അപ്പൊ ഞാൻ റെഡി ആയിട്ടുണ്ട്. നമ്മള് ഡ്രസ്സൊക്കെ ഇട്ട് യെസ് നല്ല സുന്ദരിമാരായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്, ജസ്റ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ. അടുത്ത ഓണത്തിന്റെ ഉള്ള അടുത്ത സുന്ദരി. ഓക്കെ യെസ്, അപ്പൊ എല്ലാരും റെഡി ആയിട്ടുണ്ട്. ഓ, ഇത് ഒരെണ്ണം സാഷ്ടാംഗ് ദണ്ഡവത് പ്രണാം. ഇവിടെ ഒരാള് ചേട്ടൻ എന്റെ പൊന്നേ. അതെ ചേച്ചി. യെസ്, ഇതാണ് ഇവരുടെ ഫാമിലി. യെസ്, ചേച്ചി, ചേട്ടൻ, ദേവി. ഇത് എന്റെ അമ്മ. രണ്ടു സുന്ദരിയല്ലേ? യെസ്, എന്റെ യെസ്. ഓക്കെ, അപ്പൊ നമ്മള് നല്ല നെട്ടരി വെയിൽ, ഈ വെയിലത്ത് നിന്ന് വേണം ഫോട്ടോ എടുക്കാൻ. ഇങ്ങനെ എടുക്കുമെന്ന് ഞങ്ങളൊന്ന് ആലോചിക്കാറ്. എന്റെ മൂത്ത പുത്രൻ ഭയങ്കര അലമ്പോടലമ്പ്. ഇങ്ങനെ അലമ്പ് വേറെ ഒരെണ്ണം ഇല്ല. നോക്ക്. യെസ്, അപ്പൊ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, അപ്പം നല്ല കരച്ചിലും ബഹളവും, നല്ല മാക്സിമം അലമ്പാൻ പറ്റുന്ന എല്ലാം ഈ രണ്ട് അലമ്പുന്നുണ്ട്. ഇത് വേറെ ഒരു അലമ്പ്. അവന് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പക്ഷെ അവന് അലമ്പില്ല കേട്ടോ, ഉറക്കം വരുന്നുണ്ട്. അതാ. ഓക്കെ, ഞങ്ങൾ മഞ്ഞ മുണ്ടൊക്കെ ഉടുത്തിട്ട് നിൽക്കുവാണ് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാവരും സദ്യ, 2 വിളമ്പുകാർ. ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. ട്രിവാൻഡ്രം സദ്യ, ഒത്തൻറ്റിക് ട്രിവാൻഡ്രം സദ്യയാണ് ഇത്. നമുക്ക് വീട്ടിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഓർഡർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ഉണ്ണിയെ കണ്ടോ? ഉണ്ണി, ഇതാണ് ഉണ്ണി. ഉണ്ണി ആരാ? ഞാനാണോ? ആരമ്മയുടെ ഉണ്ണി? ഞാനാണോ ഉണ്ണി? യെസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എൻ്റെ ഉണ്ണിയെ കണ്ടോ? ഉണ്ണി ആരാ? ബനാന. ഓക്കെ, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. യെസ്, ഇതൊക്കെ സദ്യ കഴിക്കാൻ പോവാണ്. ഇന്ന് സദ്യ കഴിക്കാൻ പോണു. സദ്യ കഴിക്കാൻ പോണു. യെസ്. അപ്പോൾ നമ്മുടെ സദ്യയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സദ്യയൊക്കെ കഴിച്ചു, അടിപൊളിയായിരുന്നു, നല്ല സദ്യയായിരുന്നു. എല്ലാവരും നല്ല ഹെവി ആയിരുന്നു. സദ്യ കഴിച്ചു. യെസ്, എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. നമ്മളിത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം 3 മണി. നമ്മൾ 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ഇറങ്ങും. യെസ്, അപ്പം ബാക്കി വിശേഷം അപ്പം കാണാം. ഇത്തിരി റെസ്റ്റ് എടുക്കട്ടെ. ഒരു ഓണത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ് ക്ലീനിങ്. ഒരു സൈഡിൽ നിന്ന് ചേച്ചി ക്ലീൻ ചെയ്യുന്നു, മറു സൈഡിൽ നിന്ന് ഉമ്മാന് മാക്സിമം അലമ്പാനുള്ളത് അലമ്പും. യെസ്, അപ്പോൾ ഞങ്ങൾ കൊല്ലത്തോട്ട് പോവുകയാണ്. ചേച്ചി എവിടെ? ചേച്ചി എൻ്റെ പുറകിന് എൻ്റെ ഇവിടെ അമ്മ, ചേച്ചി. ഓക്കെ, ബാക്കി ഓട്ടോ ഇങ്ങോട്ട് വന്നില്ല. ഞങ്ങൾ നടന്ന് ഓട്ടോ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. നെക്സ്റ്റ് കൊല്ലം എത്തിയിട്ട് സെക്കൻഡ് വീഡിയോ ഉടനെ ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഹാപ്പി ഓണം എല്ലാവർക്കും. ബൈ.